Hello, welcome back to my channel. It's me all Lebens vlog. അപ്പോൾ ഇന്ന് ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള കുഴിമന്തിൻ്റെ റെസിപ്പിയാണ്. സ്വതവേ നമ്മൾ കുഴിമന്തി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് അറബിക് മസാലാസൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇല്ലാണ്ട് വീട്ടിലെ ചേരുവകൾ കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുഴിമന്തി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ബസ്മതി റൈസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു 5-10 മിനിറ്റ് വെള്ളത്തിൽ തന്നെ കുതിർത്തി വെക്കാം. ശേഷം ഒരു പാന് അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് അരിയിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത് ഹാഫ് കുക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈൻ ചെയ്തെടുക്കാം. ഇനി ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിന് വെള്ളമൊക്കെ ആറ്റിയിട്ട് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അത്യാവശ്യം വലിയ പീസ് തന്നെ ചിക്കൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിലും ക്വാർട്ടറായിട്ട് യൂസ് ചെയ്യാം. പിന്നെ അതിലേക്ക് 2 ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഹോൾ പെപ്പറും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ വലിയ ജീരകം, ഉപ്പ്, മുളക് പൊടി എല്ലാം ഇട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതേപോലെ കുക്കറിലിട്ട് കൊടുക്കാം. കുക്കറിലിട്ട് നന്നായിട്ട് നിരത്തിയതിന് ശേഷം ഇതിനൊരു പകുതി മുങ്ങുന്നത് വരെയെങ്കിലും നിങ്ങൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് കവർ ചെയ്യേണ്ട പകുതി മുങ്ങുന്നത്. പിന്നെ അതിലേക്ക് അതിന് മുകളിലേക്ക് നമ്മൾ ഹാഫായിട്ട് വേവിച്ച് വെച്ച ചോറിട്ട് കൊടുക്കുക. പിന്നെ അതിന് ചുറ്റും ഇതേപോലെ ഒരു 4-5 പച്ചമുളക് കുത്തി കൊടുക്കാം. ഇനി നടുക്ക് ഇതേപോലെ ഒരു പഴയ പാത്രത്തിൽ കരി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. എന്നിട്ട് 2 വിസിൽ വരുന്നവരെ നിങ്ങൾ വേവിച്ചെടുക്കുക. ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്താൽ ഇറ്റ്സ് റെഡി ടു സെർവ്. അപ്പോൾ ഇതേപോലെ ഈസി റെസിപ്പീസിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ടേക്ക് കെയർ.